എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ്. ഓണത്തോടനുബന്ധിച്ച് നേരത്തെ വിതരണം ആരംഭിച്ച പെൻഷൻ ഇന്നലെ ഓഗസ്റ്റ് 19-ാം തീയതി വൈകുന്നേരം 7 മണിയോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങി. ഇന്നലെ എത്താത്ത ആളുകൾക്കാണ് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും കാത്തിരിക്കുന്ന ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസത്തെ ലഭിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഈ മാസത്തെ കൂടി അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല. 10-ാം തീയതിക്ക് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ആളുകൾക്ക് ഓണ പെൻഷൻ ലഭിക്കും എന്നാണ് സേവനവുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഈ മാസം 10-ന് മുമ്പ് നൽകിയിട്ടുള്ളവർക്ക് തുക കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയി രേഖപ്പെടുത്തുക. അതായത് കഴിഞ്ഞ തവണ ജൂലൈ മാസത്തെ പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതുകൊണ്ട് മുടങ്ങിയവർ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം ഇനി നമ്മൾ കാത്തിരിക്കുന്നത് കയ്യിൽ പെൻഷൻ വിതരണവും അതുപോലെ തന്നെ കേന്ദ്രവിഹിതമായിട്ടുള്ള 300, 200, 500 കുറവുള്ള ആളുകൾക്കുള്ള വിതരണമാണ്. കയ്യിൽ വിതരണം നാളെ ട്രഷറിയിൽ നിന്നും സർവീസ് സഹകരണ ജീവനക്കാർക്ക് തുക കൈകളിൽ എത്തിച്ചേരുന്നതാണ്. ആ ഒരു തുക അവരുടെ കയ്യിലേക്ക് എത്തിയാൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. കേന്ദ്രവിഹിതം നൽകാൻ ആവശ്യമായിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. ഓണം 25-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. കേന്ദ്രവിഹിതമായിട്ടുള്ള 300, 200, 500 ആ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് 25-ാം തീയതിക്കകം തന്നെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ തുക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ രാത്രി 7 മണി മുതൽ വിതരണം ആരംഭിച്ചതാണ്. ഇതിനകം തന്നെ ഭൂരിഭാഗം ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും തുക എത്തിയിട്ടുണ്ട്. കിട്ടിയവർ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീട്ടിൽ വിതരണമാണ് ഇനി പുരോഗമിക്കാനുള്ളത്. നാളെ മുതൽ അതും ആരംഭിക്കുന്നതാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയ്ക്കായിട്ട് ഭൂരിഭാഗം ആളുകൾക്കും വീടുകളിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലാണ് പെൻഷൻ വിതരണം ഒരുക്കിയിട്ടുള്ളത്. 25-ന് മുമ്പ്, അതായത് ഉത്രാട ദിവസം തന്നെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നാണ് അറിയുന്നത്. പല ആളുകളും ചോദിക്കുന്നത് 2 മാസത്തെ പെൻഷൻ ഇല്ലേ എന്നുള്ളതാണ്. പക്ഷെ 2 മാസത്തേതില്ല, 1 മാസത്തേത് തന്നെ ഉള്ളൂ. നേരത്തെ നമ്മൾ വ്യക്തമാക്കിയതാണ്. മുമ്പ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നു 2 മാസത്തേത് ഉണ്ടാകും എന്നുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ 2 മാസത്തേത് ഉണ്ടായിരുന്നു. കാരണം കുടിശ്ശിക കൂടി ഉണ്ടായിരുന്നു. പഴയ കുടിശ്ശിക കൂടി തീർത്ത് നൽകുന്നത് കൊണ്ട് തന്നെ 3200, 1600-ന്റെ 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പൊ കുടിശ്ശികയില്ല, അതുകൊണ്ട് തന്നെ അതാത് മാസത്തെ പെൻഷൻ തന്നെ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2000 തന്നെ മാത്രമേ ഉള്ളൂ വിതരണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് ഉടൻ വിതരണം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഓണത്തിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തും. പ്രവാസി പെൻഷൻ കുടിശ്ശിക 3 മാസത്തേതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് മുഴുവൻ കിട്ടുമോ എന്നറിയില്ല. അവർക്കും ഒരു തുകയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ വിതരണവും ഉണ്ടാകും. അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ മറ്റ് പെൻഷൻ വിതരണവും ഈ ഓണത്തിന് മുമ്പുണ്ട്. പിന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഇന്നലെയൊക്കെ നടത്തിയിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ, പാചക തൊഴിലാളികൾക്ക് 2000 രൂപ, അംഗനവാടി ജീവനക്കാർക്ക് പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് 2000 രൂപയും 1000 രൂപയുടെ ഫുഡ് വൗച്ചറും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായം ഇവയ്ക്ക് വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും. ഈ ഓണത്തിന് മുമ്പ് തന്നെ ലഭിക്കുന്നതാണ്. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.